ആംഗ്രി പേഷ്യൻ്റ് അതല്ലെങ്കിൽ ആംഗ്രി ബൈസ്റ്റാൻഡേഴ്സ്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പേഷ്യൻ്റ് നമ്മളെ അടുത്ത് ദേഷ്യപ്പെടാം, ബൈസ്റ്റാൻഡേഴ്സ് നമ്മളെ അടുത്ത് ദേഷ്യപ്പെടാം. ഈ സമയത്ത് എങ്ങനെ ആ പ്രോബ്ലത്തെ ഡീൽ ചെയ്യണം എന്ന് പഠിച്ചാലോ? വളരെ സിമ്പിൾ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ടാണ് ഒരു പേഷ്യൻ്റോ അതല്ലെങ്കിൽ ബൈസ്റ്റാൻഡറോ ദേഷ്യപ്പെടുന്നത് നമുക്ക് നോക്കാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാ ഹോസ്പിറ്റലും അതല്ലെങ്കിൽ എല്ലാ ക്ലിനിക്കിലും ഈ ദേഷ്യം പിടിക്കുക അല്ലെങ്കിൽ ആളുകൾ നമ്മളടുത്ത് ദേഷ്യത്തോടു കൂടി സംസാരിക്കുക എന്നുള്ളത് കോമൺ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേഷ്യൻറ്റും ബൈസ്റ്റാൻഡേഴ്സും അവർ ബാഡ് ആയതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. ഒരിക്കലും പേഷ്യൻറ്റോ ബൈസ്റ്റാൻഡേഴ്സോ ബാഡ് ആയതുകൊണ്ടല്ല. കാരണം അവരൊരു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ സ്വാഭാവികമാണ് അവർക്കൊരു പേടി ഉണ്ടാവുക എന്നുള്ളത്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, എൻ്റെ കൂടെ ഉള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളൊരു പേടിയാവും ഒരു പക്ഷെ ഉണ്ടാവുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ഭൂരിഭാഗവും നമ്മൾ സ്ട്രെസ്ഡ് ആണ്, അതുപോലെ തന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ടാവും പേഷ്യൻറ്റും ബൈസ്റ്റാൻഡേഴ്സും നമ്മളെടുത്ത് ദേഷ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്കതിനെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പേഷ്യൻറ്റോ ബൈസ്റ്റാൻഡേഴ്സോ നമ്മളെടുത്ത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയൊരു മെത്തേഡ് എന്താണെന്നറിയോ? ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഡോണ്ട് റിയാക്ട്. ആ സിറ്റുവേഷനിൽ നമ്മൾ ആ പേഷ്യൻറ്റും ബൈസ്റ്റാൻഡേഴ്സും ടെമ്പറായി നിൽക്കുന്ന സമയത്ത് അതുപോലെ റിയാക്ട് ചെയ്യാൻ ശ്രമിക്കരുത് നമ്മൾ ഒരിക്കലും. പ്രത്യേകിച്ച് നമ്മളെ ഹോസ്പിറ്റലിലും ക്ലിനിക്കിലും അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് റിയാക്ട് ചെയ്യുന്നതിന് പകരം ഡി എസ്കലേറ്റ് എന്നാണ് പറയുക. എന്താണ് ഡി എസ്കലേറ്റ് എന്ന് പറഞ്ഞാൽ? സംഭവം സിമ്പിൾ. മേക്ക് ദ സിറ്റുവേഷൻ കൂൾ ഡൗൺ എന്നാണ് പറയുക. ആ പ്രോബ്ലം ആയി നിൽക്കുന്ന സാഹചര്യത്തെ ജസ്റ്റ് ഒന്ന് തണുപ്പിക്കുക. അപ്പോൾ ഡോണ്ട് റിയാക്ട്, ഡി എസ്കലേറ്റ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് നമ്മൾ അവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കി നോക്കും. പേഷ്യൻറ്റോ അതല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സോ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്. അവിടെ നമ്മൾ ചിലപ്പം ഇമോഷണലി നമ്മളും റിയാക്ട് ചെയ്യും. നാച്ചുറലി സംഭവിക്കുന്നത് പെട്ടെന്ന് നമുക്കും എന്ത് വരാൻ ചാൻസ് ഉണ്ട്, നമുക്കും ദേഷ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും നമ്മൾ അവിടെ ചെയ്യരുത്, നമ്മളവിടെ ദേഷ്യപ്പെടരുത്, അതുപോലെ നമ്മൾ റിയാക്ട് ചെയ്യരുത്. കാരണം ഹോസ്പിറ്റലുകളുടെ റൂള് പ്രകാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡോണ്ട് റിയാക്ട്, ഡി എസ്കലേറ്റ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റമാണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അപ്പം എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ സിറ്റുവേഷനിൽ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാതെ ഡി എസ്കലേറ്റ് ചെയ്യുക? ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് നോക്കി, വളരെ സിമ്പിളാണ്. നമ്മുടെ ടോൺ ഒന്ന് കാമാക്കുക. അതായത് അവർ പ്രോബ്ലത്തിലാണ് നിൽക്കുന്നത്, ചിലപ്പോൾ അവർ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, പല കാരണങ്ങൾ കൊണ്ടാവും. ട്രീറ്റ്മെൻറ്റ് ഡിലേ ആയതുകൊണ്ടാവാം, റൂം കിട്ടാത്തത് കൊണ്ടാവാം, ഫാർമസി പോയി ക്യൂ നിന്നത് കൊണ്ടാവാം. അവർ ദേഷ്യപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ടോൺ ഒന്ന് കാമാക്കൂ. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തൊരു സ്റ്റാഫാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ടോൺ ഒന്ന് വളരെ സോഫ്റ്റ് ആക്കുക, ഒന്ന് സ്ലോ ആക്കുക. കൂടാതെ തന്നെ നമ്മുടെ വോയിസും ഒന്ന് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇപ്പോൾ നമ്മൾ വളരെ ദേഷ്യത്തോടു കൂടി അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് അവർ നമ്മളെ അടുത്ത് കംപ്ലൈൻറ്റ് പറയുകയാണ്, ഞാൻ എത്ര നേരമായി ഫാർമസിയിൽ നിൽക്കുന്നത് നമ്മളോട് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മൾ ചോദിക്കുകയാണ്, സാറ് ഫാർമസിയിൽ തിരക്കുള്ളതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചാൽ അവിടെ പ്രശ്നമാണ്. അപ്പോൾ അവിടെ ഒന്ന് വോയിസ് ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ വോയിസ് ഒന്ന് സ്ലോ ആക്കുക, ടോൺ ഒന്ന് മാറ്റുക. സാർ, അത് ഫാർമസിയിൽ തിരക്കുള്ളത് കൊണ്ടല്ലേ സാർ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാലും നേരത്തെ പറഞ്ഞ സെയിം സംഭവമാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്തു, ടോൺ ഒന്ന് കാമാക്കി വോയിസിനൊന്ന് സ്ലോ ചെയ്തു. കൂടാതെ തന്നെ അവരുടെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കൂ, ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു. അവർക്ക് ഫീല് ചെയ്യണം, പേഷ്യൻറ്റിനും ബൈസ്റ്റാൻഡേഴ്സിനും ഫീല് ചെയ്യണം, ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളുടെ സെർവ് ചെയ്യാനാണ്, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ്. അവരുടെ അടുത്ത് പറയുക, സാർ അതല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നത് സാറിനെ സപ്പോർട്ട് ചെയ്യാനാണ്, സാറിനെ ഹെൽപ്പ് ചെയ്യാനാണ്. അതേപോലെ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു നോക്കൂ, ഐ വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ. സാറിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നു സാർ. 10 മിനിറ്റ് സാർ അവിടെ വെയിറ്റ് ചെയ്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകുന്നു സാർ. കാരണം മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ശക്തി. എംപതി എന്നാണ് പറയുക. എത്രമാത്രം അവർക്ക് നമ്മളെടുത്തൊരു അടുപ്പം വരും. സാറിൻ്റെ ആ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാകുന്നു എന്നുള്ളത് വളരെ കാമായിട്ട് സ്ലോ ആയിട്ട് അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുക. കൂടാതെ തന്നെ നോക്കൂ, ലെറ്റ്സ് ഫിക്സ് ദിസ് ടുഗദർ. ഞാനൊന്ന് നോക്കട്ടെ സാർ, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ സാർ, ഞങ്ങളൊന്ന് വിളിച്ചു നോക്കട്ടെ സാർ, ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്താണ് അവിടുത്തെ പ്രോബ്ലംസ് എന്നൊന്ന് വിളിച്ചു നോക്കട്ടെ സാർ. ഇങ്ങനെ ഒന്ന് സംസാരിച്ചാൽ തന്നെ തീരാവുന്ന പ്രശ്നങ്ങളെ ഭൂരിഭാഗമുള്ളൂ. നമ്മുടെ ടോണൊന്ന് നമ്മളൊന്ന് സ്ലോ ആക്കുന്ന സമയത്ത്, നമ്മളൊന്ന് കാമാക്കുന്ന സമയത്ത് അവരുടെ ഇമോഷൻസും അതുപോലെ ഡൗൺ ആയിട്ട് വരികയാണ്. ആ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർ വിചാരിക്കും, ഈ കുട്ടി എൻ്റെ അടുത്ത് എത്ര നന്നായിട്ടാണ് സംസാരിച്ചത്, ഞാൻ എന്തിനാണ് വെറുതെ ദേഷ്യപ്പെടുന്നവർ ചിന്തിക്കും. സോ എപ്പോഴും ഓർക്കുക, ഡോണ്ട് റിയാക്ട്, ഡി എസ്കലേറ്റ്.